ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ഇതുപോലെ ഭാഗ്യം ചെയ്തൊരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ സീസൺ 6 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 6 സീസണുകളിലും ഒരു മത്സരാർത്ഥിക്കും ഇത്രയധികം ആനുകൂല്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം പുറത്ത് നടക്കുന്ന വിവരങ്ങൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് അറിയുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ. തുടക്കം മുതൽ തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, തൻ്റെ ഗെയിം എങ്ങനെയാണ് പോകുന്നത്, തൻ്റെ ഗെയിമിനെ പറ്റി പുറത്തുള്ള വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥിയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പല ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥി ജാസ്മിൻ തന്നെയാണ്. കാരണം ജാസ്മിനെ മറ്റൊരാൾ ചീത്ത വിളിക്കുന്നതോ ജാസ്മിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോ പല കാര്യങ്ങളും ജാസ്മിൻ അവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെഗറ്റീവാണെന്ന് തോന്നുന്ന പല വിഷയങ്ങളും ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിക്കാറില്ല. ലൈവിൽ കാണിക്കുന്ന പല സംഭവങ്ങളും എപ്പിസോഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് മാഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭൂരിഭാഗം പ്രേക്ഷകരും എനിക്ക് തോന്നുന്നു എപ്പിസോഡ് കാണുന്നവരാണ്, ലൈവ് കാണുന്നവരല്ല. റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും കുറേയധികം ഈ ഓഫീസ് വർക്കോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും ലൈവ് കാണുന്നത്. അല്ലെങ്കിൽ വേറൊരു ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ 24/7 കാണുന്നത്. അല്ലാത്ത വീട്ടമ്മമാരെ അങ്ങനെയുള്ള ആളുകളൊക്കെ എപ്പിസോഡ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാരെ ജാസ്മിൻ്റെ ശരിക്കും തനി സ്വഭാവം എന്താണ്, ജാസ്മിൻ എന്താണെന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സ്ത്രീകളാണ് ജാസ്മിൻ്റെ ഫാൻസ് ആയിട്ട് രംഗത്തുള്ളതെന്നാണ് ഈ കമൻറ്റിലൂടെ മനസ്സിലാവുന്നത്. ഒരുപാട് കമൻറ്റുകൾ, അതായത് എതിർ മത്സരാർത്ഥികൾക്ക് പിന്നെ മോശപ്പെട്ട രീതിയിൽ അവരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള കുറേ അധികം വോയിസുകളും മറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്, ഭൂരിഭാഗം വരുന്ന സ്ത്രീകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ജാസ്മിനെ എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന പല ആളുകളുടെയും വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതും സ്ത്രീകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് കണ്ടിട്ട് വിലയിരുത്തിയിട്ടാണ് ഇവർ ജാസ്മിനെ അനുകൂലിക്കുന്നത്, അല്ലാതെ ഈ ലൈവ് കണ്ടിട്ടല്ല. ലൈവ് കണ്ട ഒരു സ്ത്രീയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരു അമ്മയും സപ്പോർട്ട് ചെയ്യില്ല. കാരണം സ്വന്തം പാരൻസിന് വരെ മകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നല്ല ബോധ്യമുണ്ട്, ഉത്തമ ബോധ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത് പിന്നെ ഇറങ്ങിയ വോയിസുകളൊക്കെ കേട്ട ആൾക്കാരാണ് ജാസ്മിൻ്റെ അച്ഛൻ ഗബ്രീനെ പറ്റി പറയുന്നതൊക്കെ. അതായത് സായി പിന്നെ വൈൽഡ് കാർഡായിട്ട് അകത്ത് കയറുന്നതിന് മുന്നേ സായിനെ വിളിച്ചിട്ട് മകളെ ഉപദേശിക്കാനും ഗബ്രീനെ ഉപദേശിക്കാനും ഒക്കെ പറയുന്ന ജാസ്മിൻ്റെ അച്ഛൻ്റെ വോയിസാണ് പുറത്തു വന്നത്. അപ്പോൾ ഗബ്രീനെ പറ്റി എത്ര മോശമായിട്ട് തരം താഴ്ന്ന രീതിയിലാണ് ജാസ്മിൻ്റെ അച്ഛൻ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ കൂട്ടുകെട്ടും ഈ കോംബോയും അവരതിനോട് കാണിക്കുന്ന പല കലാപരിപാടികളും മകളുടെ കാര്യങ്ങളും ഒന്നും സ്വന്തം പാരൻസിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയോ? അപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ശരിക്കും കാര്യം അറിയാതെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കണം. എങ്ങനെയായാലും വിരോധമില്ല. ഇപ്പൊ ഇവര് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകള്, മക്കളുള്ള സ്ത്രീകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മകന്റെ ഭാര്യ ജാസ്മിനെ പോലൊരു പെൺകുട്ടിയാണെങ്കിൽ അവർ സ്വീകരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അഫ്സലിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്താണ് ഏതൊരു സിനിമയിൽ, ഉയരെ സിനിമയിൽ ആസിഫ് അലിയുടെ ഒരു ക്യാരക്ടറാണ്, വേണമെങ്കിൽ അവൻ ആസിഡ് ഒഴിക്കും മുഖത്ത്, അങ്ങനത്തെ ടൈപ്പാണെന്നൊക്കെ പറയുന്ന സ്ത്രീ വോയിസുകൾ. അത് എന്താ, എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? കാരണം നമ്മുടെ മകന് പെണ്ണ് ആലോചിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആലോചിക്കുമോ? നോർമലി അത്രയ്ക്കൊക്കെ ഫോർവേഡാണോ കേരളത്തിലുള്ള അമ്മമാര്? എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് കഴിയില്ല. കാരണം വേറൊരുത്തനോട് കടിക്കുകയെന്ന് പറയാനും അവനെ ഉമ്മ വെക്കാനും തലോടാനും രാത്രി അവൻ്റെ ഒപ്പം കൂട്ടിരിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും, അവനില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല, എനിക്ക് ആ അച്ഛനെ അമ്മേനേക്കാൾ വലുത് ഏതോ ഒരുത്തനാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മകന്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരുവിധം ചെറുപ്പക്കാർക്കൊന്നും പറ്റില്ല. എത്ര ഫോർവേഡായി ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്കും കഴിയില്ല. എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിച്ചിട്ട് ആ പയ്യൻ, അവൻ മാനസികമായി എത്ര വിഷമിച്ചിട്ടുണ്ടാവും ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം മാറ്റിവെച്ച്, അവൻ്റെ സമയം മാറ്റിവെച്ച് ഇവൾക്ക് വേണ്ട സമ്മാനങ്ങളും ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് അവനെ വിഡ്ഢിയാക്കിയപ്പോൾ അവനൊരു പോസ്റ്റ് ഇട്ടേനാണ് അവനെ ഇത്രയധികം മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. സ്വന്തം മകനോടാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തതെങ്കിൽ ഈ പറയുന്ന അമ്മ, സഹോദരി ആരായാലും ശരി സഹിക്കുമോ? അപ്പൊ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല്.
എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ കമന്റ് ഇടുന്നവർക്കെന്നാണ് എനിക്ക് തോന്നിയില്ല. ഈ വോയിസ് അയക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ ചെയ്യുന്ന പല തെറ്റുകളും ബിഗ് ബോസും കാണിക്കുന്നില്ല. മറ്റുള്ളവരുടെയൊക്കെ ചെറിയ തെറ്റുകൾ വരെ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ ജാസ്മിൻ ചെയ്യുന്ന, അതായത് പലരോടും ആ കുട്ടി ഇടപെടുന്ന രീതി വളരെ മോശമായിട്ടാണ്. തരം താണ രീതിയിലുള്ള സംസാര ശൈലിയാണ്. അത് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി അന്ന് മുതൽ മറ്റുള്ളവരോട് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ച് ജിൻഡോയോട്, എടോ പോടോ വാടോ നീയെ, അങ്ങനെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ. പക്ഷെ ജാസ്മിന് നേരെ ആരെങ്കിലും അതുപോലൊരു പദപ്രയോഗം നടത്തിയാൽ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇത് മാത്രം കാണിക്കില്ല, ഇത് തമാശയും കുട്ടിക്കളിയും ഒക്കെയാണ് ജാസ്മിൻ ചെയ്യുന്നത്. നമുക്കും 20, 22, 23 ഒക്കെ വയസ്സുള്ള മക്കൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. ഇതുപോലെ പെരുമാറുന്ന, ഒരു തവണ പെരുമാറാൻ നമ്മളൊക്കെ സമ്മതിക്കുള്ളൂ. ഒരു വിധം നല്ല രീതിയിൽ കഴിയുന്ന ഫാമിലി ആണെങ്കിൽ മകനോ മകളോ ഇതുപോലുള്ള വർത്താനം മുതിർന്നവരോട് പറഞ്ഞാലോ ഒറ്റ അടി അടിക്കുമല്ലേ പേരൻസ്. ഇനി മേലാൻ ഇങ്ങനെ സംസാരിക്കരുത്, ബഹുമാനം ഇല്ലാതെ എന്ന് പറയും. അല്ലെങ്കിൽ തല്ല് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയിട്ട് പറയും ഇനി മേലാൻ ഇതുപോലെ താക്കീത് കൊടുക്കും, മേലാൻ ഇതുപോലെ സംസാരിക്കരുത് മുതിർന്നവരോട് എന്നല്ലേ. അതൊന്നും ഈ കുട്ടിക്ക് ബാധകമല്ല എന്നാണ് ഈ കുട്ടിയുടെ ഫാൻസ് പറയുന്നത്. ഈ കുട്ടിക്ക് നേരെ അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സൈബർ അറ്റാക്ക് ചെയ്യപ്പോൾ അൻസിബയ്ക്ക് എന്ത് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ഉമ്മയെ ഭയങ്കര അഭിമാനിക്കണം ആ കുട്ടിയെ ഓർത്തിട്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അവരെ വീട്ടുകാരായാലും സഹോദരങ്ങളായാലും കുടുംബക്കാരായാലും ആ ഉമ്മയൊക്കെ വളരെയധികം അഭിമാനിക്കുക ആ കുട്ടിയെ ഓർത്തിട്ട്. കാരണം അത്രയധികം മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടി, മാന്യമായി പെരുമാറാൻ അറിയുന്ന ഒരു കുട്ടി, അതൊരു അഭിമാനമാണ് ഏതൊരു അമ്മയ്ക്കും അച്ഛനും അല്ലേ. എന്നിട്ട് ആ കുട്ടിയെ പോലും സൈബർ അറ്റാക്ക് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അതിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ആരെ പറ്റിയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പലരോടും പറഞ്ഞു നടക്കുന്നുണ്ട് ജിൻഡോ കപ്പടിക്കാൻ പാടില്ല, ജിൻഡോ കപ്പടിക്കാൻ പാടില്ല. ജിൻഡോ കപ്പടിച്ചാൽ എന്താ കുഴപ്പം? ജിൻഡോ അതിനനുസരിച്ച് അതിനുള്ള അധ്വാനിക്കുന്നുണ്ട്, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ കപ്പടിച്ചാൽ എന്താണ് കുഴപ്പം? ജിൻഡോ കപ്പടിക്കാൻ പാടില്ല എന്ന് അവിടെ ഇവിടെയൊക്കെ പോയി പരദൂഷണ ഏഷണിയായിട്ട് പറയുന്നതൊന്നും ഈ ഫാൻസ് കാണുന്നില്ലേ? ജാസ്മിൻ ഈ പറഞ്ഞു നടക്കുന്നത്. അതുപോലെ ഞാൻ ഇന്നലത്തെ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ക്വിറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പച്ച നുണയല്ലേ പറയുന്നത്. അപ്പൊ ഈ ഫാൻസ് എപ്പിസോഡ് മുഴുവനും ലൈവ് ഒന്നും കാണാറില്ലേ? എന്നിട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത്? പല തവണയായിട്ട് ഗബ്രി പോയ അന്ന് വരെ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞിരിക്കും എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല, എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞാല് അത് കിട്ടിയാന്നല്ല, ക്വിറ്റ് ചെയ്യാന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, എനിക്ക് പുറത്ത് പോകണമെന്ന് പലതവണ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മുമ്പ് അച്ഛൻ വിളിച്ച് സംസാരിച്ച് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായ സമയത്തും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗബ്രി പോയ സമയത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സായി വന്ന് വിവരങ്ങൾ പറഞ്ഞ സമയത്തും അലറി വിളിച്ച് കരഞ്ഞിട്ട് എനിക്കിവിടെ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ജാസ്മിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പച്ച കണ്ണം പറയുക, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. എന്നിട്ട് അതിനെ അനുകൂലിക്കാൻ കുറെ ആൾക്കാർ. അപ്പോൾ ജാസ്മിന് കള്ളം പറയാം, ജാസ്മിൻ ആരുടെയും മെക്കിട്ട് കയറാം, ജാസ്മിൻ ആരെ എന്ത് തോന്നിയാസവും പറയാം, ജാസ്മിൻ എന്ത് തരികിടയും കളിക്കാം, ഗെയിമിൻ്റെ ഇടയിൽ കള്ളക്കളി കളിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പിന്നെ ഗെയിം നടന്ന സമയത്ത് 2 കൈ കൊണ്ടുമാണ് ആ കുട്ടി കളിച്ചത്. ലാലേട്ടൻ അത് പറയുന്നത് പ്രൊമോയിലുണ്ടായിരുന്നു. പിന്നീട് എപ്പിസോഡ് വന്നപ്പോൾ അത് കാണിച്ചില്ല. അത് തന്നെ 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ ബിഗ് ബോസും കൂടി കൂട്ടു നിന്നുകൊണ്ടുള്ള കള്ളക്കളികളാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് അതിനെ വെച്ച് കുറേ അധികം കണ്ടന്റ് ഉണ്ടാക്കി, ആ കുട്ടിയെ വെച്ചിട്ട് കുറേ അധികം ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അതിന് കപ്പ് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരു കുട്ടിയാണ്, അതുകൊണ്ട് അതിന് കപ്പ് കൊടുക്കണം, ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ വളരെ നിസ്സാരമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വൾഗറായി ചിത്രീകരിച്ചിട്ട് ആ സുചിത്രയൊക്കെ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം പുറത്ത് തല കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ സുചിത്രയും നമ്മുടെ സൂരജും ഒക്കെ കൂടിയിട്ട് അവരെല്ലാവരും കൂടി 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിനെയൊക്കെ, രാത്രി ഇരുന്ന് സംസാരിക്കുന്നതിനെയൊക്കെ വളരെ റോങ് ആയ രീതിയിൽ പുറത്ത് വിട്ടിട്ട് ആ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിനെ വളരെ മോശമായ രീതിയിൽ കുട്ടിയകലിയും ഒക്കെ ചേർത്തിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആര്യ, വീണ, മഞ്ജു പത്രോസ്, അങ്ങനെ എത്ര സ്ത്രീകൾ ഇതിനുള്ളിൽ വന്നിട്ട് അവരുടെ ക്യാരക്ടർ മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനം കൊണ്ട് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അപ്പൊ അത്രയ്ക്കൊന്നും ജാസ്മിനെ പരിഗണിക്കാൻ പറ്റില്ല. കാരണം ജാസ്മിൻ സ്വയം ചെയ്തതാണ്. 23 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ പ്രായമൊന്നുമല്ല, അത്യാവശ്യം മെച്യൂരിറ്റി ആയ പ്രായം തന്നെയാണ്, ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരു പ്രായം തന്നെയാണത്. ഞാൻ എന്താ ചെയ്യുന്നത്, അതും ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കുട്ടിയാകുമ്പോൾ ഈ പുറത്ത് എന്തൊക്കെ നടക്കുന്ന ഊഹിക്കാൻ ആ കുട്ടിക്ക് നല്ലപോലെ കഴിയും. അങ്ങനെയുള്ളൊരു കുട്ടി സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്ത കുറേ കാര്യങ്ങളിലെ ന്യായീകരണം അർഹിക്കുന്നില്ല.
എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ 23 വയസ്സല്ലേ ഉള്ളൂ, ചെറിയ കുട്ടി എന്നൊരു തൊട്ടിലിട്ട് ആട്ടും. അതല്ലേ വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ മെക്കിട്ട് കയറല്ലേ വേണ്ടത്. സത്യം വിളിച്ചു പറയുന്ന ആൾക്കാരുടെ മെക്കിട്ട് കയറിയിട്ട് എന്താണ് കാര്യം? അതിനെ പറഞ്ഞ് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. ഒരു കപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പാടില്ലെന്നാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്? നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് ഈ സംഭവങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവരെ സ്വന്തം പാരൻസിന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ടാണ് ഈ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആളുടെ കൊണ്ടാണ് ജാസ്മിന്റെ കോൺഫിഡൻസ് കൂടുന്നത്. ഇന്നലെ ഇപ്പൊ എലിമിനേഷനിൽ നിന്ന് ജാസ്മിന്റെ മുഖം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഞാൻ തന്നെയായിരിക്കും വിന്നർ, ഞാൻ ഒരിക്കലും അവിടുന്ന് പോവില്ല എന്നുള്ള ഭയങ്കരമായിട്ട് കോൺഫിഡൻസ്. കാരണം ഇക്കുറി ആ കുട്ടിയുടെ പാരൻസ് വന്നപ്പോൾ പറഞ്ഞു പുറത്ത് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനാണ് എല്ലാവരെക്കാട്ടിലും മേലെ നിൽക്കുന്നത് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ബിഗ് ബോസും അതിനനുസരിച്ച് ആ കുട്ടിയുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്നുണ്ട്. കാരണം മറ്റുള്ളവരെക്കാൾ അധികം ഫേവറിസം ബിഗ് ബോസ് പിന്നെ ജാസ്മിനോട് കാണിക്കുന്നുണ്ട്. അത് ജാസ്മിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്, മറ്റ് കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഇവിടുന്ന് 100 ഡേയ്സ് തികയാണ്ട് പോവില്ല, കപ്പ് തനിക്ക് തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിയുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ കഴിയും. എന്ത് തന്നെയായാലും ശരി, മറ്റുള്ളവരെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തി സ്വയം നെഗറ്റീവായി മാറിക്കൊണ്ട് കപ്പ് നേടിയിട്ട് എന്താ കാര്യം? എനിക്കതിൽ വലിയ ഇതില്ല. അതുകൊണ്ട് തന്നെ അൻസിബ പുറത്തു പോയാൽ അൻസിബ അവരുടെ പാരൻസ് ശരിക്കും വിഷമിക്കേണ്ട കാര്യമില്ല. മാന്യമായി വന്ന് ഗെയിം കളിച്ച് മാന്യമായി തിരിച്ചുപോയി. ഒരു വാക്കുകൊണ്ട് പോലും ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ തിരിച്ചുപോയി. അത് തന്നെയാണ് ആ കുട്ടിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഞാൻ വിലയിരുത്തുന്നു.